എല്ലാവർക്കും മാത്സ് വേൾഡ് FUയിലേക്ക് സ്വാഗതം. പരീക്ഷ നീട്ടിയതുകൊണ്ട് പല ആളുകൾക്കും ചിലപ്പോൾ ടച്ച് വിട്ടിട്ടുണ്ടാവും. അപ്പോൾ നമുക്കത് മാത്തമാറ്റിക്സിലെ അത് രണ്ട് പാഠങ്ങളിലെ ഇക്വേഷൻസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നമുക്കൊന്ന് ഓർമ്മപ്പെടുത്താം, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് നമുക്കൊന്ന് ഓർമ്മപ്പെടുത്താം. അതിൽ സമാന്തര ശ്രേണികളുടെ അരിത്തമാറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്തത് അതിൻ്റെ n-ാം പദത്തെക്കുറിച്ചാണ്. അതായത് ഓൾജിബ്ര, ബീജഗണിതം എന്ന് പറയും. ബീജഗണിതം കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷനാണ് xn = x1 + n - 1 × d എന്ന് പറയുന്ന ഇക്വേഷൻ. അതുപോലെ തന്നെ നമുക്ക് dn + x1 - d എന്ന് പറയുന്ന ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. ഒരു ഉദാഹരണം പറഞ്ഞാൽ 10, 14, 18 എക്സെട്ര എന്ന് പറയുന്ന ഈ സമാന്തര ശ്രേണിയുടെ 10, 14, 18 എക്സെട്ര എന്ന് പറയുന്ന ഈ സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം xn നമുക്കൊന്ന് നോക്കാം. ബീജഗണിത രൂപം അല്ലെങ്കിൽ ഓൾജിബ്ര എന്ന് പറയുന്ന രണ്ട് ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാം. x1 + n - 1 dn, അതുപോലെ dn + x1 - d. ഒന്നും കൂടി ഏറ്റവും എളുപ്പം ഈ ഇക്വേഷൻ ഉപയോഗിക്കാനായിരിക്കും. നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് ഒന്ന് ചെയ്ത് നോക്കാം. dn എന്ന് പറയുമ്പോൾ d എന്ന് പറയുന്നത് പൊതുവ്യത്യാസം, കോമൺ ഡിഫറൻസ് ഇവിടെ 4 ആണ്. അപ്പോൾ 4n പ്ലസ് x1 - d എന്ന് പറയും അല്ലേ. പ്ലസ് x1 എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ 10 - d എന്ന് പറയുന്നത് 4. അപ്പോൾ 4n 10 - 4 കുറച്ചാൽ 6. ഇതാണ് ഇതിൻ്റെ എന്തെന്ന് പറയുന്നത്, ബീജഗണിതം അല്ലെങ്കിൽ ഓൾജിബ്ര എന്ന് പറയുന്നത്. അപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റും. ഇതിൽ 1 കൊടുത്താൽ ഒന്നാമത്തെ പദവും, 2 കൊടുത്താൽ രണ്ടാമത്തെ പദവും, 3 കൊടുത്താൽ മൂന്നാമത്തതും, 10 കൊടുത്താൽ 10ാമത്തതും, 20 കൊടുത്താൽ 20ാമത്തതും കിട്ടും. അങ്ങനെയാണ് നമ്മൾ ബാക്കിയുള്ള ടേംസ്, അതായത് പദങ്ങൾ കണ്ടുപിടിക്കുന്നത്. അടുത്തത് അതിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് നമ്പർ ഓഫ് ടേംസ്, പദങ്ങളുടെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കുമെന്നുള്ളത്. നമ്പർ ഓഫ് ടേംസ്, പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ. ഇപ്പോൾ ഒരു സമാന്തര ശ്രേണിയിൽ ആദ്യത്തെ പദം തന്നു, അതിൻ്റെ അവസാനത്തെ പദം തന്നു, അതിൽ എത്ര പദങ്ങളുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ. അപ്പോൾ n കണ്ടുപിടിക്കാൻ പല ഭാഗങ്ങളിലായിട്ട് ഈ സംഭവം വരാറുണ്ട്. അപ്പോൾ n കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് xn - x1 / d + 1. ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ ഒന്ന് തന്നെയാണ്. അതിൽ നിന്നാണ് നമ്മൾ ഈ n കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ n കണ്ടുപിടിക്കാൻ നമുക്ക് xn അവസാന പദം മൈനസ് ആദ്യ പദം / d + 1. ഇത് നമുക്ക് പദമാണോ എന്ന് ചെക്ക് ചെയ്യാം, അതായത് ടേം ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. ടേം ആണോ, അതായത് 100 ടേം ആണോ, പദമാണോ എന്ന് പറയുമ്പോൾ ഇവിടെ n കണ്ടുപിടിച്ചാൽ 100 പദമാണോ എന്ന് ചോദിച്ചാൽ 100 - ആദ്യ പദം പൊതുവ്യത്യാസം +1 ചേർക്കണമെന്നില്ല, ചേർക്കണമെങ്കിൽ ചേർക്കാം. എണ്ണം കണ്ടുപിടിക്കാനാണെങ്കിൽ +1 ചേർക്കണം, നിർബന്ധമാണ്. പദമാണോ എന്ന് ചെക്ക് ചെയ്യാൻ അല്ലെങ്കിൽ എത്രാമത്തെ പദമാണ് എന്ന് ചോദിച്ചാലും നിങ്ങൾക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ 10.1 എന്നാണ് കിട്ടുന്നതെങ്കിൽ പദമല്ല എന്ന് പറയേണ്ടി വരും. 10 എന്ന് കിട്ടുകയാണെങ്കിൽ നമുക്ക് 10ാമത്തെ പദമാണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗവും കൂടി അതിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു ഇക്വേഷനാണ്. അടുത്തത് പറയുന്നത് 2 പദങ്ങൾ തന്നാൽ എന്താണ് ചെയ്യേണ്ടത്. 2 പദങ്ങൾ, 2 ടേംസ്. ഇതും സമാന്തര ശ്രേണിയിലെ ഒരു ഇക്വേഷൻ. 2 പദങ്ങൾ, 2 ടേംസ് നമുക്ക് നോക്കാം. xm, അതായത് m-ാമത്തെ ടേം, mth ടേം എന്ന് പറയും. m-ാം പദം, നമ്മളിത് n-ാം പദം എന്ന് പറയുമ്പോൾ mth ടേം എന്ന് പറയാം. ഓക്കെ, അത് p ആണ്. xn, അതായത് nth ടേം എന്ന് പറയുന്നത് q ആണ്. അങ്ങനെയാണെങ്കിൽ d കണ്ടുപിടിക്കാൻ q - p / n - m എന്ന് പറയും. അതായത് പദവ്യത്യാസം സ്ഥാനവ്യത്യാസം എന്ന് പറയും. ടേം ഡിഫറൻസ് പൊസിഷൻ ഡിഫറൻസ് എന്ന് പറയാറുണ്ട്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. x10 = 32, അതായത് 10ാമത്തെ പദം 32 ആണ്. 10th ടേം ഈസ് 32 ആൻഡ് x20 20ാമത്തെ പദം എന്ന് പറയുന്നത് 62 ആണ്. അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് d കണ്ടുപിടിക്കാൻ 62 - 32 / 20 - 10, അതായത് 30/10 = 3 എന്ന് പറയുന്ന ഉത്തരം കിട്ടും. അപ്പോൾ ഇത് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അതിൽ പഠിക്കേണ്ട ഇക്വേഷനാണ് തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. തുക കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ 3 ഇക്വേഷൻ പറയുന്നുണ്ട്. ഒരു
അതായത് n പദങ്ങളുടെ തുക എന്നാണ് ഇത് അർത്ഥമാക്കുന്നത്. n പദങ്ങളുടെ തുക കണ്ടുപിടിക്കാൻ n/2 ഇൻറ്റു x1 പ്ലസ് എക്സ് എൻ എന്ന് പറയാം. n/2 ഇൻറ്റു x1 പ്ലസ് എക്സ് എൻ എന്ന് പറയാം. അതുപോലെ തന്നെ ഇതെല്ലാം ഒരേ ഇക്വേഷൻ തന്നെയാണ്. ഇതിലേതെങ്കിലും ഒരെണ്ണം ഉപയോഗിച്ചാൽ മതിയാവുന്നതാണ്. എൻ കാണാൻ n/2 ഇൻറ്റു 2x1 പ്ലസ് n-1d എന്ന് പറയും. രണ്ട് ഇക്വേഷനും 3 ഇക്വേഷനും ഒരേ സെയിം തന്നെയാണ്. ഇവിടെ ഈ xn എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതിന് മുമ്പ് നമ്മൾ പഠിച്ചു x1 പ്ലസ് n-1d ആണ്. അപ്പോൾ അതിവിടെ കൂട്ടി ചേർക്കുമ്പോഴാണ് ഈ 2x1 ആയിട്ട് മാറുന്നത്. അപ്പോൾ രണ്ട് ഇക്വേഷനും സെയിം ആണ്. Sn ആണ് മൂന്നാമത്തെ ഇക്വേഷനാണ് d/2 n² പ്ലസ് x1 മൈനസ് d/2 n എന്ന് പറയുന്നത്. ഇത് n പദങ്ങളുടെ തുക ഒക്കെ വരുന്ന സമയത്ത് ഫൈൻഡ് ദ സം ഓഫ് n ടേംസ് എന്ന് പറയുന്ന ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് d/2 n² പ്ലസ് x1 മൈനസ് d/2 n എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിക്കാം. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ഒന്ന് ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ നേരത്തെ എഴുതിയ മാതിരി 10, 14, 18 എക്സെട്ര എന്ന് പറയുന്ന ഈ ASൻ്റെ സമാന്തര ശ്രേണിയുടെ തുകയുടെ ബീജഗണിതം അഥവാ n ടേംസിൻ്റെ സം ഓഫ് n ടേംസ്, അതായത് Sn ഒന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ചൊന്നും ചെയ്ത് നോക്കാം. d/2 എന്നാണ് പറയുന്നത് അല്ലേ. ഇപ്പോൾ d/2 എന്ന് പറയുമ്പോൾ d എത്രയാണ്? ഇവിടെ 4 ആണ്. അപ്പോൾ 4/2 എന്ന് പറഞ്ഞാൽ 2, ശരിയല്ലേ? ഇപ്പോൾ 2n². വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതിൽ വെച്ച് ചെയ്യാൻ പറ്റും. പ്ലസ് x1 മൈനസ് d/2 എന്ന്. x1 എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ 10 മൈനസ് d/2, d എന്ന് പറയുന്നത് 4 ആണ്. d/2 എന്ന് പറഞ്ഞപ്പോൾ എഴുതിയിട്ടുണ്ട് നമ്മൾ നേരത്തെ, അത് 2 ആണ്. അപ്പോൾ 10 മൈനസ് d/2 എന്ന് പറയുന്നത് ഇവിടുത്തെ എഴുതിയിട്ടുണ്ട് 2. ഓക്കെ, ഈ നമ്പർ തന്നെയാണ് വരുന്നത്. പിന്നെ ബ്രാക്കറ്റിൽ ഒരു n എന്ന് പറയുന്നു. ഇപ്പോൾ 2n² പ്ലസ് 10 മൈനസ് 2 എന്ന് പറയുന്നത് 8 ആണ്. 8 ഇവിടെ ഒരു n ഉണ്ട്, 8n. അപ്പോൾ 2n² പ്ലസ് 8n എന്ന് പറയുന്നതാണ് ഇതിൻ്റെ എന്തെന്ന് പറയുന്നത് തുകയുടെ ബീജഗണിതം. ഇപ്പം ഈ സംഭവം ആദ്യം കണ്ടുപിടിച്ചിട്ട് ഇതിൽ 1 കൊടുത്താൽ ഒന്നാമത്തെ പദവും, 2 കൊടുത്താൽ 2 പദങ്ങളുടെ തുകയും, 3 കൊടുത്താൽ 3 പദങ്ങളുടെ തുകയും, 10 കൊടുത്താൽ 10 പദങ്ങളുടെ തുകയും കിട്ടും. എന്നിന് ഈ പറയുന്ന വിലകൾ കൊടുത്താൽ നിങ്ങൾക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സമ്മ് അഥവാ തുക ലഭിക്കുന്നതാണ്. എണ്ണൽ സംഖ്യകളുടെ തുക എന്ന് പറയുമ്പോൾ Sn ഈക്വൽ ടു n ഇൻറ്റു n+1/2. ഇതാണ് എണ്ണൽ സംഖ്യകളുടെ, അതായത് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ് വരുന്നത്. Sn ഈക്വൽ ടു n ഇൻറ്റു n+1/2 എന്ന് പറയുന്നതാണ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ് വരുന്നത്. അതുപോലെ തന്നെ ഈവൺ നമ്പേഴ്സിൻ്റെ, അതായത് ഇരട്ട സംഖ്യകളുടെ തുക കാണുന്നതിന് വേണ്ടി n ഇൻറ്റു n+1 എന്ന് പറയുന്ന ഇക്വേഷനാണ് ഉപയോഗിക്കേണ്ടത്. അതുപോലെ ഒറ്റ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് n², ഓഡ് നമ്പേഴ്സിൻ്റെയും ഇരട്ട സംഖ്യകൾ, ഇത് എണ്ണൽ സംഖ്യകളാണ്. അപ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി അതിൽ സമാന്തര ശ്രേണിയിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് വൃത്തങ്ങൾ എന്ന് പറയുന്ന ഭാഗത്തിൽ എന്തൊക്കെയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് നോക്കാം. അതിലൊന്നാമത്തത് ഇവിടെ ഒരു കേന്ദ്രകോണുണ്ട്, എക്സ് എന്ന് പറയുന്ന ഒരു കേന്ദ്രകോണം. ഇത് നോക്കൂ, AB എന്ന് പറയുന്ന ഈ 2 പോയിന്റിൽ നിന്നാണ് ഇത് യോജിപ്പിച്ചാൽ നമുക്ക് കിട്ടുന്നതിന് നമ്മൾ പറയും ഞാൻ എന്നാണ് പറയാം, അതായത് കോഡ് എന്ന് പറയും. അപ്പോൾ ഇവിടെ ഈ 2 പോയിന്റിൽ നിന്ന് ശ്രദ്ധിക്കണം, ഈ 2 പോയിന്റിൽ നിന്ന് അതിൻ്റെ സെൻറ്ററിലേക്ക്, കേന്ദ്രത്തിലേക്ക് ഉണ്ടാകുന്ന ഒരു കോണാണ് ഇവിടെ എക്സ് എന്ന് കൊടുത്തിട്ടുള്ളത്. എക്സ് എന്തും ആവാം, 100 ആവാം, 10 ആവാം, 50 ആവാം, 60 ആവാം, എന്തും ആവാം. ഇവിടെ എക്സ് ആണെങ്കിൽ ഈ 2 പോയിന്റിൽ നിന്ന് തന്നെ പോകുന്ന, അതായത് വൃത്തത്തിൻ്റെ മറുഭാഗത്തുള്ള ചാപത്തിലേക്ക് പോകുന്ന അവിടെ ഉണ്ടാകുന്ന കോൺ എന്ന് പറയുന്നത് ഈ കേന്ദ്രകോണിൻ്റെ പകുതിയായിരിക്കും. ഇത് എക്സ് ആണെങ്കിൽ x/2. അപ്പോൾ 100 ആണെങ്കിൽ 100/2 പറഞ്ഞാൽ 50, 60 ആണെങ്കിൽ 30, 120 ആണെങ്കിൽ 60 എന്ന് പറയുന്ന രീതിയിലായിരിക്കും അത് പോകുന്നത്. ഇതിൽ നിന്ന് രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞതുപോലെ 2 പോയിന്റിൽ നിന്ന് വരുന്ന, ആ 2 പോയിന്റിൽ നിന്ന് വരുന്ന വൃത്തത്തിലേക്ക്, അതായത് സർക്കിളുണ്ടാകുന്ന എല്ലാ ആംഗിൾസും എന്തായിരിക്കും, സെയിം ആയിരിക്കും എന്ന് കാണിക്കുന്നതാണ്. ഇപ്പോൾ ഇത് ഉദാഹരണത്തിന് ഇവിടെ 40 ഡിഗ്രി എന്നാണെങ്കിൽ ഇതെല്ലാം എന്ത് തന്നെ ആയിരിക്കും, 40 ഡിഗ്രി തന്നെ ആയിരിക്കും. ഇതാണ് ഇതിൻ്റെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത്. മൂന്നാമത്തത് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അല്ലെങ്കിൽ ചക്രീയ ചതുർഭുജം എന്ന് പറയുന്ന രീതി. അതായത് ഇവിടെ ഒരു വട്ടത്തിൽ ഒരു പോയിന്റ്, ഇവിടെ AB എന്ന് പറയുന്ന 2 പോയിന്റ്, ഈ 2 പോയിന്റിൽ നിന്ന്
വൃത്തത്തിൻ്റെ ഒരു ഭാഗത്തിൽ ഒരു കോണും അതിൻ്റെ മറുഭാഗത്ത് മറ്റൊരു കോണും ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ആർക്കും ആൾട്ടർനേറ്റ് ആർക്കും എന്നൊക്കെ പറയും. ചാപവും ശിഷ്ടചാപവും എന്ന് പറയും. അപ്പം ചാപത്തിലുണ്ടാകുന്ന കോണും ശിഷ്ടചാപത്തിലുണ്ടാകുന്ന കോണും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടുന്നു? 180 കിട്ടുന്നു ഒരു വൃത്തത്തിൻ്റെ ഉള്ളിൽ. അങ്ങനെ കിട്ടുന്ന ചതുർഭുജത്തെ നമ്മൾ പറയുന്ന പേരാണെന്ത്? ചക്രീയ ചതുർഭുജം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ചക്രീയ ചതുർഭുജം എന്നാണ്. ഇപ്പോൾ ഞാനൊരു ചതുർഭുജം ഇവിടെ വരച്ചു. ABCD എന്ന് പറയുന്ന ഒരു കോഡിലാറ്ററൽ വരച്ചു. എന്നിട്ട് ഞാനിവിടെ അടയാളപ്പെടുത്തുകയാണ്, ഇത് 70 ആണ്, ഇത് 110 ആണ്. ചോദിക്കുകയാണ്, ഇതൊരു ചക്രീയ ചതുർഭുജമാണോ, സൈക്ലിക് കോഡിലാറ്ററലാണോ? അപ്പോൾ നമ്മൾ നോക്കുന്നു, ഇതിൻ്റെ എതിർക്കോണുകൾ രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടുന്നുണ്ട്? 180 കിട്ടുന്നുണ്ട്. ആയതിനാൽ ഇതെന്താണ്? ഒരു ചക്രീയ ചതുർഭുജമാണ്, സൈക്ലിക് കോഡിലാറ്ററലാണെന്ന് പറയാം. അതുപോലെ ഒരു സ്ക്വയർ സമചതുരം എന്ന് പറയുന്നത്, സമചതുരത്തിൻ്റെ എല്ലാ കോണുകളും 90 ഡിഗ്രി ആയിരിക്കും. ആയതിനാൽ ഈ രണ്ടെണ്ണം അല്ലെ എതിർഭാഗത്തുള്ള രണ്ട് കോണുകൾ കൂട്ടിക്കഴിഞ്ഞാൽ 180 കിട്ടുന്നു. അതുകൊണ്ട് സമചതുരം അഥവാ സ്ക്വയർ എന്താണെന്ന് പറയാം? ഒരു ചക്രീയ ചതുർഭുജമാണെന്ന് സൈക്ലിക് കോഡിലാറ്ററൽ നമുക്ക് പറയാൻ പറ്റും. ഇനി ഇത് കഴിഞ്ഞിട്ട് പിന്നെ അതിലുള്ള പ്രധാനപ്പെട്ട ആശയമാണ്, അതായത് നമ്മൾ ചിത്രം വരക്കാൻ ഉപയോഗിക്കുന്ന ആശയമാണ് ഇവിടെ തന്നിട്ടുള്ളത്. രണ്ട് കോഡുകൾ കൂട്ടിമുട്ടുക, അതായത് ഞാണുകൾ കൂട്ടിമുട്ടുമ്പോൾ എന്ന് പറയുന്ന ആ രീതികൾ. ഇവിടെ രണ്ട് ഞാണുകളൊന്ന് ABയും അതുപോലെ തന്നെ DC എന്ന് പറയുന്ന അല്ലെങ്കിൽ CD എന്ന് പറയുന്ന ഒരു ഞാണ്, ആ രണ്ടും കൂടി Pയിൽ കൂട്ടിമുട്ടിയിട്ടുണ്ട്. ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ വരുന്ന ചോദ്യത്തിൽ നമുക്കുണ്ടാകുന്ന ഒരു ബന്ധം അല്ലെങ്കിൽ റിലേഷൻ എന്ന് പറയുന്നത്, ഇവിടെ കൂട്ടിമുട്ടിയ പോയിന്റ് P ആണ്, ശരിയല്ലേ? ആ Pയിൽ നിന്ന് പറയാം. അപ്പോൾ തെറ്റില്ല നിങ്ങൾക്ക്. PA × PB = PD × PC. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് തെറ്റൂല, കൂട്ടിമുട്ടിയ പോയിന്റ് എന്ന് പറഞ്ഞാൽ മതി. ഇനി രണ്ടാമത്തെ അതേപോലെ തന്നെ നമ്മുടെ ചെറിയൊരു വ്യത്യാസം എന്ന് പറയുന്നത്, ആദ്യം വരച്ച കോഡ് എന്ന് പറയുന്നത് ഇവിടുത്തെ നമ്മൾ ഇത് വെറുതെ വരച്ചതാണ് ഇവിടെ, പക്ഷേ ഇത് അങ്ങനെയല്ല, ഇത് കേന്ദ്രത്തിലൂടെയാണ് വരച്ചിട്ടുള്ളത്. AB എന്ന് പറയുന്നത് വ്യാസമാണ്, ഡയമീറ്റർ ആണ്. അതുപോലെ ഇവിടെ CD എന്ന് പറയുന്നത്, മൊത്തത്തിലുള്ള CD എന്ന് പറയുന്നത് അതിന് ലംബമായിട്ടുള്ള, അതായത് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു വരയുമാണ്, ചെരിച്ചിട്ടൊന്നല്ല വരച്ചിട്ടുള്ളത്. ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് പറഞ്ഞാൽ മതി? അപ്പോഴും കൂട്ടിമുട്ടിയ പോയിന്റ് P ആണ്. അപ്പോൾ Pയിൽ നിന്ന് തന്നെ പറയണം, PA × PB = PC × PD എന്ന് തന്നെയാണ്. പക്ഷേ ഈ രണ്ടെണ്ണം തുല്യമാണ്. ആയതിനാൽ ഇങ്ങോട്ട് പറയണ്ട, എന്ത് പറഞ്ഞാൽ മതി? PC സ്ക്വയർ എന്ന് പറഞ്ഞാൽ മതി. ഇത് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ ഒരുപാട് ചിത്രങ്ങളൊക്കെ വരക്കുന്നത്. അതിനുശേഷം മൂന്നാമത്തതാണ്, കോഡ് രണ്ടും പുറത്ത് കൂട്ടിമുട്ടും. അതായത് AB എന്ന് പറയുന്ന ഒരു കോഡ് ഞാണും CD എന്ന് പറയുന്ന ഞാണും നീട്ടി വരച്ചു. അപ്പോൾ അത് ഇവിടെ കൂട്ടിമുട്ടി. അപ്പോഴും നിങ്ങൾ പറയേണ്ടത് ഈ കൂട്ടിമുട്ടിയ ഭാഗത്തു നിന്ന് തന്നെയാണ്. ഒന്ന് പറഞ്ഞു നോക്കൂ, ഈ കൂട്ടിമുട്ടിയ ഭാഗത്തു നിന്ന് പറയാം അല്ലേ? PA × PB = PC × PD. ഈ P എല്ലാത്തിലും ഉണ്ടാവണം. PA × PB = PC × PD എന്ന് പറയും. ഇത്രയാണ് ആദ്യത്തെ രണ്ട് ഭാഗത്തിലുള്ള സമവാക്യം എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ഭാഗത്തിൽ ബാക്കി ചാപ്റ്റേഴ്സ് നമുക്ക് ചർച്ച ചെയ്യാം.